തൊഴിലുറപ്പ് തൊഴിലോ ഇതൊക്കെ അവർക്കൊന്നും അവര് ബ്രോക്കർ പണി ഒന്നും ഉറപ്പിച്ചു. കല്യാണം ഉറപ്പിച്ചോ? കല്യാണം ഉറപ്പിച്ചെന്നല്ല, എന്റെ മൺവെട്ടി ഉറപ്പിച്ചു. മൺവെട്ടി ഉറപ്പ്. കാപ്പി കാപ്പി ഇച്ചി കാപ്പി കൊണ്ടാവാം നമുക്ക്. ഇല്ലാതെ എന്തോ വെച്ചേ? പാപ്പി പാപ്പി നിന്റെ കല്യാണം ഞാൻ ഉറപ്പിച്ചു തരാം പാപ്പി. പേടിക്കണ്ട പാപ്പി കേട്ടോ. നിങ്ങൾക്ക് എന്തുവാണ്, ഞാനൊന്ന് ഫോൺ ചെയ്യാൻ പറ്റത്തില്ലേ പെണ്ണുങ്ങളെ? ഞാൻ ഓർത്ത് കാപ്പി കാപ്പി എന്ന് പറയും. കാപ്പി കാപ്പി പാപ്പി പാപ്പി. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ റിയേഷൻ അങ്ങനെ നടക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചില ഭാഷ വെച്ചാൽ കഴിഞ്ഞ വർഷം കൂട്ടാണോ? കഴിഞ്ഞ വർഷം ഞാൻ പേര് കൊടുത്തപ്പോ ഇവിടെ പറഞ്ഞു കൊടുക്കണ്ടെന്ന് കിടന്നു. ഞാനാണ് ഈ പറഞ്ഞത്. പക്ഷേ ഈ പ്രാവശ്യം ശരിക്കും പാടാമോ? ശരിക്കും പാടാം. ശരിക്കും പാടാൻ മറ്റേ ഉത്തേരാ സ്വയംവരം അത് പാടും. ഉത്തേരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാട രാത്രിയിൽ പോയിരുന്നു. ഉത്തര പിന്നെ ഏത് പാട്ടാടിയാണ്? ഇത് കഴിഞ്ഞ വട്ടവും പടം വെച്ച് വെച്ച് പാട്ടാ. സമ്മാനം കിട്ടും. ഈ പ്രാവശ്യം വേറെ പാട്ട് വേറെ പാട്ട് വേണം. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയ സുധാമയ മോഹന ഗാനങ്ങൾ. എടി എടി അത് വിഷപ്പില്ലാതെ തിന്നരുതെന്ന്. ചത്തുവോ? ഇതിലും ഭേദം അതല്ലേ. അവിടെ ഒരു പാട്ട് കൊണ്ട് വന്നത് മനസ്സിലായി. ഇന്നലെ ഒരു ഓളെ കണ്ണുറങ്ങിയില്ലടി. നിങ്ങളല്ല ഉറങ്ങാത്തെ. അതെന്തോ ഉറങ്ങാത്തതെന്നോ? കണ്ടി ഞങ്ങളുടെ കൊച്ചാട്ടനെ ഒറ്റ അനാവശ്യം പറയരുത്. കൊച്ചാട്ടൻ ഇവനോട് അവിടെ തലയ്ക്കും ഇരിക്കുന്ന ആള് ചത്തോന്നു. ഞാൻ എന്താ വഴിയാ പറഞ്ഞത്? കൊച്ചാട്ടൻ ആശുപത്രിയിൽ പോയി. ഡോക്ടർ പറഞ്ഞു, ശരീരം പരിശോധിച്ചപ്പോൾ പറഞ്ഞു രക്തത്തിൽ ഇരുമ്പിന്റെ അംശം കുറവുണ്ടെന്ന്. എന്തോ ചെയ്തു? പിന്നെ നേരെ നേരെ കൊച്ചാട്ടൻ വന്നത് അല്പം കഴിച്ചിട്ടാ വീട്ടിൽ വന്നത്. കർക്കത്തി എടുത്ത് അങ്ങ് വിഴുങ്ങാൻ നോക്കി. ഇവിടെ 2 വടം കീറിയിട്ട് ഇപ്പം 3 കുത്തിക്കെട്ടായി. നല്ല വർത്താനം പറഞ്ഞിട്ട് വരാൻ വയ്യ. പറഞ്ഞോന്നോ, ഞാൻ വന്നപ്പോ തിണ്ണക്കി ഇരിപ്പുണ്ട്, കസാരയിൽ ഇങ്ങനെ ഞൊഴിഞ്ഞിരിപ്പുണ്ട്. നോക്കാൻ പോയില്ല. പിന്നെ ഞാൻ പറഞ്ഞ കോടാലി ഇട്ട് വിഴുങ്ങിയേക്കരുന്നു. വൈകിട്ട് എനിക്ക് പറയുന്നത് കയറാൻ. ആഹാരം എങ്ങനെ കഴിക്കുന്ന അന്നേരം? അത് ട്യൂബിൽ കൂടെ കൊടുക്കും ഞാൻ. യൂട്യൂബിൽ കൂടെ അവളെ പറഞ്ഞത് ശരിയല്ലയോ? ജൂന്ന് പറഞ്ഞത് നിങ്ങളെ ട്യൂബിൽ കൂടെ കൊടുത്തു. ട്യൂബിൽ കൂടെ ശരിയായി. ശരിയാണ് പറഞ്ഞോളൂ. അവിടെ ചെന്നപ്പോ എന്തോ മജീഷ്യനാ. മുതുകാട് അത് വെട്ടി എന്റെ കൈക്ക് എല്ലാം വേദന. ഗോപാലൊക്കെ ഒന്നും വന്നില്ല. എന്തോ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ അവർക്കെല്ലാം അങ്ങ് കുഴഞ്ഞില്ലയോ? കഴിഞ്ഞ ദിവസം ഞാൻ പണിക്ക് വരാതെ 5 മണിയായപ്പം പോയില്ലേ? നെച്ച ഇവിടെ പോയിരുന്നു. ഞാനും കൊച്ചാണ്ണും കൂടെ പത്തനംതിട്ട പോയതായിരുന്നു. എന്തോ തിരക്കായിരുന്നു. അത്ര ആൾക്കാരായിരുന്നു അവിടെ മൊത്തം. അതല്ലെന്ന്, കൊച്ചാട്ടൻ എന്നെ കാണാത്തോണ്ട് എന്തോ തിരക്കായിരുന്നു അറിയാം. നിങ്ങൾ എവിടെ പോയായിരുന്നു? ഞാൻ ക്യൂവിനകത്ത് നിൽക്കുമല്ലായിരുന്നു. പരിപാടി തുടങ്ങി. യൂറോജ് പോയിരുന്നു. അനാവശ്യം പറയരുത്. 2 കൂടെ കേട്ടോ. ശരി അതല്ല, മറ്റേ സപ്ലൈക്കോയോ? അയ്യോ സൂപ്പർ സപ്ലൈക്കോ പോയിരുന്നു. അയ്യോ നിൽക്കുമായിരുന്നു. അത് പറ. പിന്നെ പത്തനംതിട്ട പോയപ്പോഴേ രമേ ഇങ്ങോട്ട് വന്നേ. നീ ഇങ്ങോട്ട് വന്നേ. നിന്റെ ആങ്ങളെ പോലെ ഒരു പയ്യനെ ഞാൻ കണ്ടു. അതുപോലെ ചുരുണ്ട മുടിയുള്ള ഒരു പയ്യനെ. അപ്പൊ എന്റെ ആങ്ങള തന്നെ അല്ലടി, രമേ ആങ്ങളയ്ക്ക് ഇവിടെ ഒരു മറുകില്ലയോ? ഇവനും ഉണ്ട് അതുപോലെ ഒരു മറുക്. അപ്പൊ എന്റെ ആങ്ങള തന്നെ. ആങ്ങളെ ആടിയത് അല്ലെന്ന്. നിന്റെ ആങ്ങളയ്ക്ക് നല്ല വണ്ണമില്ലയോ? ഉണ്ട്. ഇവനും ഉണ്ട് നല്ല വണ്ണം. എന്റെ ആങ്ങള തന്നെ. നിന്റെ ആങ്ങളുടെ നാളെന്തുവാ? രോഹിണി. പിന്നെ അപ്പവനല്ല. അതാ പറഞ്ഞ അവനല്ലെന്ന്. അതാ ഞാൻ പറഞ്ഞു. പ്രശ്നം നമ്മളിങ്ങനെ ഊതി പറയൂ. വേറെ എന്താ പറയാ? ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയുന്നത് ഞാൻ ചങ്ങ് പേരിപ്പിച്ചെന്നേ ഉള്ളൂ. ഒന്ന് പറഞ്ഞ സമയം പോകണ്ടായോ? എടി സുരേ രമേ, നാളെ ഞാൻ വരത്തില്ല കേട്ടോ. എന്താ ചേച്ചേ? എന്തുവാ? നാളെ എന്റെ മോക്കൊരു കല്യാണാലോചന. മാട്രിമോണി പോവാ പരസ്യം കൊടുക്കാൻ. അയ്യോ, നിങ്ങളല്ലേ നാട്ടിലുള്ള കല്യാണം എല്ലാം നിങ്ങളല്ലേ നടത്തുന്നേ? പിന്നെ നിങ്ങൾക്കൊരാവശ്യം നിങ്ങളെന്തിനാ മോടെ കല്യാണം പരസ്യം കൊടുക്കാൻ പോകുന്നത്? എന്റെ മോടെ കല്യാണം ഞാൻ ആലോചിക്കത്തില്ല. എന്റെ മോളെ പാൽ വെച്ച് ഞാൻ കളിക്കത്തില്ല.